ഹായ് ആൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ITBP-യിലേക്ക്, അതായത് ഇന്ത്യയിലെ ഒരു പാരാമിലിറ്ററി ഫോഴ്സായ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന ITBP-യിലേക്ക് റിക്രൂട്ട്മെന്റ് ആണ്. ഈ റിക്രൂട്ട്മെന്റ് പ്രത്യേകതയുണ്ട്. ഇത് ടെക്നിക്കൽ റിക്രൂട്ട്മെന്റ് ആണ്. അതായത് ടെലികമ്മ്യൂണിക്കേഷൻ വിങ്ങിലേക്ക് സബ് ഇൻസ്പെക്ടർ, കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ എന്നീ 3 തസ്തികയിലെ റിക്രൂട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ചില പ്രത്യേക സ്ട്രീമിലുള്ളവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, ഫിസിക്കൽ എഫിഷ്യൻസിയിലും ഫിസിക്കൽ ടെസ്റ്റിലും ചില ഇളവുകളും ഈ ഒരു തസ്തികയ്ക്കുണ്ട്. അപ്പം പ്രത്യേകിച്ചും ടെക്നിക്കൽ മേഖല ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആകുന്ന ഈ ഒരു തസ്തികയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട ITA, +2 സയൻസ്, ഒപ്പം തന്നെ BTech, BE, ഡിപ്ലോമ മുതലായ യോഗ്യതയുള്ളവർ ഈ വീഡിയോ തികച്ചും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആണ്. ഇതില് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് മെയിലിനെ ഫീമെയിലിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് തസ്തികയിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലാണ് അടുത്ത നിയമനം വരുന്നത്. അതിനുശേഷം കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലാണ് നിയമനം വരുന്നത്. അങ്ങനെ 3 മേഖലകളിലും നിയമനം വരുന്നുണ്ട്. 3ഉം ITBP-യുടെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലേക്ക് മാത്രമാണ് നിയമനം. ഇനിയും ഇതിന്റെ തസ്തികകളിലേക്ക് നോക്കാം. അതില് സബ് ഇൻസ്പെക്ടർ, അതില് മെയിൽ കാൻഡിഡേറ്റിനായിട്ട് വരുന്നവരുടെ വേക്കൻസികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 78 എണ്ണമാണ്. ഇനിയും സബ് ഇൻസ്പെക്ടർ തന്നെ ഫീമെയിൽ വേക്കൻസികൾ 14 എണ്ണമാണ്. അങ്ങനെ മൊത്തം 92 വേക്കൻസികളാണ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന റാങ്കിൽ ഡെസിഗ്നേഷനിൽ നിയമനം വരുന്നത്. ഇത് ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലാണ്. ഇതിൽ മെയിലില് 325 തസ്തികകളും ഫീമെയിലില് 58 തസ്തികകളും, അങ്ങനെ മൊത്തം 383 തസ്തികകളാണ് ഉള്ളത്. അടുത്തതായിട്ട് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയാണ്. അതിൽ മെയിൽ കാൻഡിഡേറ്റ് 44ഉം ഫീമെയിൽ കാൻഡിഡേറ്റ് 70ഉം, അങ്ങനെ 51 തസ്തികകളിലാണ് നിയമനം നടക്കാൻ പോകുന്നത്. ഇനിയും ഇതിന് ലെവൽ ഓഫ് പേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് മെയിലിനും ഫീമെയിലിന്റെയും ലെവൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 6th പേ മെട്രിക്സിൽ വരുന്നതാണ്. ഏതാണ്ട് 35,400 മുതൽ 1,12,400 വരെ വരുന്ന 7th പേ കമ്മീഷന്റെ സാലറി സ്കെയിലിൽ വരുന്ന സാലറിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് ഹെഡ് കോൺസ്റ്റബിൾ ആണ്. ഹെഡ് കോൺസ്റ്റബിളിന്റെ എന്ന് പറഞ്ഞാൽ ലെവൽ 4ൽ വരുന്ന 25,500 മുതൽ 81,000 രൂപ വരെ 7th CPC ലഭിക്കുന്ന സാലറി സ്കെയിലാണ് നിയമനം വരുന്നത്. ഇനി കോൺസ്റ്റബിളിന്റെ കോൺട്രാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ 21,700 രൂപ മുതൽ 69,100 രൂപ വരെ വരുന്ന 7th CPC ലെവലിൽ പേയ്മെന്റ് കിട്ടുന്ന ലെവലിലാണ് അവരുടെ നിയമനം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇവരുടെ ലിമിറ്റ്, പ്രായപരിധിയാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ പ്രായപരിധി എന്ന് പറയുന്നത് ജനറൽ കമ്മ്യൂണിറ്റിയുടെ പ്രായപരിധിയാണ്. ഇതിൽ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ 20 വയസ്സിനും 25 വയസ്സ് വരെയുമാണ് പ്രായപരിധി. ഇതിൽ നിയമാനുസൃതമായിട്ടുള്ള ഏജ് ഇളവ് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും OBCക്കും എക്സ് സർവീസ്മാൻ മുതലായവർക്കൊക്കെ നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനിയും കോൺസ്റ്റബിളിന്റെയും ഹെഡ് കോൺസ്റ്റബിളിന്റെയും പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. അതായത് മിനിമം അപേക്ഷിക്കാനുള്ള പ്രായം കുറവാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 25 വരെയാണ്. എന്നാൽ സബ് ഇൻസ്പെക്ടറിലേക്ക് 20-25 വയസ്സിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. മെയിലിനും ഫീമെയിലിനും ഒരേ പ്രായപരിധി തന്നെയാണ് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് വിദ്യാഭ്യാസ യോഗ്യതയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയാണ്. സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസിൽ ഉണ്ടായിരിക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി മുതലായ സബ്ജക്റ്റിനൊപ്പം തന്നെ IT, ഇൻഫർമേഷൻ ടെക്നോളജി അലൈഡായിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്രം ദ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, BE ഇൻ ഇലക്ട്രോണിക്സ്, BE അല്ലെങ്കിൽ BTech മുതലായ ഡിഗ്രി, അസോസിയേറ്റഡ് മെമ്പർ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി, എഞ്ചിനീയർ ഓർ ഇക്വലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ പറയുന്ന കാറ്റഗറിയിലൊക്കെ വരുന്നത്, അതായത് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് IT-യുമായിട്ടും ഒപ്പം തന്നെ ഫിസിക്സ്, കെമിസ്ട്രി മുതലായ വിഷയങ്ങളിലും നിങ്ങൾക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള എല്ലാവർക്കും സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് എന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയും അടുത്ത തസ്തിക എന്ന് പറഞ്ഞാൽ ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നതാണ്. ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന്
10+2 യോഗ്യത ഉണ്ടായിരിക്കണം. അതിൽ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ പാസ്സായിരിക്കണം. ഒപ്പം അതിന് 45% മാർക്കും ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതയാണ്. ഇനിയും ഇതല്ലാതെ ഒരു യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായ ശേഷം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അല്ലെങ്കിൽ ITA, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മുതലായവയിൽ ITA ഡിഗ്രി ഉള്ളവർക്കും ഇതിൽ അപേക്ഷിക്കാൻ പറ്റും. പിന്നീട് 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഡിപ്ലോമ ഈ ഒരു മേഖലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ ക്ലിയർ ചെയ്തവർക്കും 3 ഇയർ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവർക്കും ഇതിൽ ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇനി കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. ഇതിവിടെ എസെൻഷ്യൽ യോഗ്യതയായിട്ട് നമ്മൾ റെക്കഗ്നൈസ്ഡ് ബോർഡ്, അതായത് മെട്രിക്കുലേഷൻ SSLC പാസ്സായിരിക്കുന്ന ഒരു ബോർഡിൽ നിന്ന്, ഒപ്പം തന്നെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ എനി അതർ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഡിപ്ലോമ മതി. ഇവിടെ 3 ഇയർ ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ അല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം. എന്നാൽ നമ്മൾ ഇവിടെ +2 യോഗ്യതയിലേക്ക് മാറുമ്പോൾ, അതായത് നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ യോഗ്യതയിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ഡിപ്ലോമ 3 ഇയർ ആയിരിക്കണമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും ഇതിന് ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർക്ക് 5 മാർക്ക് ആഡഡ് ബോണസ് പറയുന്നുണ്ട്. ഇനി ഡിപ്ലോമക്കാർക്ക് 3 മാർക്ക് ബോണസ് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടെസ്റ്റിൽ കൂടാതെയുള്ള ആഡഡ് അഡ്വാൻറ്റേജസ് ആണ്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെട്രിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലാണ് നിങ്ങളുടെ ഏജ് ബാർ പറയുന്നത്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നിങ്ങൾക്ക് അസസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന പ്രായപരിധിക്കകത്തുള്ളവർക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ അതാത് വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് സാധാരണ റിട്ടൺ എക്സാം ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ആദ്യം PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതിനുശേഷം PST ഉണ്ടാവും, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇതിനുശേഷം മാത്രമേ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവുകയുള്ളൂ. ആ റിട്ടേൺ എക്സാമിനേഷന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. ഈ 4 ക്രൈറ്റീരിയയും കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്ക് സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനിയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാൻ സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് റിലാക്സേഷൻ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ 100 മീറ്റർ റേസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ 100 മീറ്റർ റേസും 1.6 കിലോമീറ്റർ റേസും പറയുന്നുണ്ട്. ഇത് ഡിപ്പെൻഡ് അപ്പോൺ മെയിൽ ആൻഡ് ഫീമെയിൽ മാറുന്നതായിരിക്കും. ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ 16 സെക്കൻഡ്സ് ആണ് ആദ്യത്തെ ക്രൈറ്റീരിയ. 100 മീറ്റർ 16 സെക്കൻഡ് ആണ്. ഇനിയും 1.6 കിലോമീറ്റേഴ്സ് 7 മിനിറ്റ് ആൻഡ് 30 സെക്കൻഡ് ആണ് റേസ് വരുന്നത്. ഇനിയും ഫീമെയിൽ കാൻഡിഡേറ്റിലേക്ക് വരുമ്പോൾ ഇത് 100 മീറ്റർ റേസ് നിങ്ങൾ 18 സെക്കൻഡ് കൊണ്ട് കണ്ടക്ട് ചെയ്യണം. അതേ സമയത്ത് 800 മീറ്റർ റേസ് 4 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ടുമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനിയും ഹെഡ് കോൺസ്റ്റബിളിന്റെ കോൺടെസ്റ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ റേസ് എന്ന് പറഞ്ഞാൽ മെയിലിന്റെ കേസിലേക്ക് വരുമ്പോൾ 1.6 കിലോമീറ്റേഴ്സ് 7 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനിയും 11 ഫീറ്റ് ലോങ് ജമ്പ് 3 ചാൻസ് ഉണ്ടാവും. ആ 3 ചാൻസിനും ഡിഫറെന്റ് സ്കോറുകളും നിങ്ങൾക്ക് ലഭിക്കാം, അല്ലെങ്കിൽ മാക്സിമം സ്കോർ നിങ്ങൾക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയും 3.5 ഫീറ്റ് ഹൈ ജമ്പ് ഉണ്ടാവും. അത് 3 ചാൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് മെയിൽ കാൻഡിഡേറ്റിന്റെ കോൺടെസ്റ്റ് ആണ്. ഇനിയും അത് ഫീമെയിലിന്റെ കോൺടെസ്റ്റിലേക്ക് മാറുമ്പോൾ ഹെഡ് കോൺസ്റ്റബിളിന്റെ കേസിൽ റേസ് 800 മീറ്റർ ആയിട്ട് മാറുന്നു. അത് 4 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. 9 ഫീറ്റ് ലോങ് ജമ്പ് എന്ന് പറയുന്നത് 3 ചാൻസ് ഫീമെയിൽസിന് ലഭിക്കും. അതിനുശേഷം 3 ഫീറ്റ് ഹൈ ജമ്പ് എന്ന് പറയുന്നതും 3 ചാൻസ് ഫീമെയിൽസിന് ലഭിക്കുന്നതാണ്. അതിൽ ഇളവുകൾ, സ്ത്രീകൾക്ക് കുറച്ച് ഇളവുകൾ അവൈലബിൾ ആണ് ആസ് കമ്പയർ ടു മെയിൽ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്കാണ് പോകുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ ഹൈറ്റിന്റെ കോൺടെസ്റ്റിൽ എത്തുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവർക്കും നമ്മളെ സംബന്ധിച്ച കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. നോർമലി 170 സെന്റിമീറ്ററും 157 സെന്റിമീറ്ററും, മെയിലിൽ 170ഉം ഫീമെയിൽ 157 സെന്റിമീറ്റർ എന്ന ക്രൈറ്റീരിയയാണ് ഇവിടെ പാലിക്കേണ്ടത്. ഇനിയും നമ്മൾ ചെസ്റ്റിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ നെഞ്ചുവിരിവിന്റെ കോൺടെസ്റ്റിലേക്ക് എത്തുമ്പോൾ ഹെഡ് കോൺസ്റ്റബിളിലും 80-85 സെന്റിമീറ്റർ എന്നതാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ഇനിയും അത് സബ് ഇൻസ്പെക്ടറിലേക്ക് എത്തുമ്പോഴും അത് 80-85 എന്ന് പറയുന്ന സെന്റിമീറ്ററിൽ തന്നെയാണ് ജനറൽ കോൺടെസ്റ്റിലുള്ളത്. ബാക്കിയുള്ളത് നിർദ്ദിഷ്ടമായിട്ടുള്ള ഇളവുകൾ SC/ST കമ്മ്യൂണിറ്റിക്കും അതാത് റീജിയനിലൊക്കെ ലഭിക്കും. അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും ഫേസ് 2 ആയിട്ടുള്ളത് റിട്ടേൺ എക്സാമിനേഷൻ ആണ്. ഈ റിട്ടേൺ എക്സാമിനേഷൻ 100 മാർക്കിനാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള
ടോപ്പിക്കുകൾ തന്നെയായിരിക്കും പ്രധാനമായിട്ടും അതിൽ ചോദിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തത് റിട്ടൺ എക്സാമിനേഷൻ ആണ്. റിട്ടൺ എക്സാമിനേഷന്റെ കോൺടെസ്റ്റിലേക്ക് എത്തുമ്പോൾ ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഈ ഒരു ടോപ്പിക്കിന് 30 മാർക്കിന് ചോദ്യം ഉണ്ടായിരിക്കും. അതിനുശേഷം ജനറൽ അവയർനെസ് ആണ്, അത് 35 മാർക്കിനുണ്ടായിരിക്കും. അതിനുശേഷം റീസണിങ് എബിലിറ്റിക്ക് 35 മാർക്കിനുണ്ടായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളായിട്ട് ഫിസിക്സ് 10 മാർക്കിന്, കെമിസ്ട്രി 10 മാർക്കിന്, മാത്സ് 10 മാർക്കിന്, ഇലക്ട്രോണിക്സ് 10 മാർക്കിന്, കമ്മ്യൂണിക്കേഷൻ 20 മാർക്കിന്, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് 10 മാർക്ക്, കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് 10 മാർക്ക്, ഇലക്ട്രിക്കലിൽ നിന്ന് 10 മാർക്ക്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോളിൽ 10 മാർക്ക് എന്നിങ്ങനെയായിരിക്കും പരീക്ഷയുടെ പൂർണ്ണമായിട്ടുള്ള ടോപ്പിക്കുകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഇനിയും കോൺസ്റ്റബിൾ എക്സാമിനേഷനിലേക്ക് എത്തുമ്പോൾ അവിടെ ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കിന്, ജനറൽ അവയർനെസ് 15 മാർക്കിന്, റീസണിങ് എബിലിറ്റി 15 മാർക്കിന്, ഫിസിക്സ് 20 മാർക്കിന്, കെമിസ്ട്രി 10 മാർക്കിന്, മാത്സ് 20 മാർക്കിന് എന്നിങ്ങനെയാണ് ഹെഡ് കോൺസ്റ്റബിൾ ലെവലിലേക്ക്, അതെങ്കിൽ +2 വിത്ത് PCM ലെവലിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഇനിയും കോൺസ്റ്റബിൾ എക്സാമിനേഷനിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി 20 മാർക്കിന്, ജനറൽ അവയർനെസ് 25 മാർക്കിന്, റീസണിങ് എബിലിറ്റി 25 മാർക്കിന്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്കിന് എന്നിങ്ങനെയായിരിക്കും ഇതിന്റെ ചോദ്യത്തിന്റെ രീതി എന്നാണ് സിലബസ് പറയുന്നത്. ഇനിയും പ്രധാനമായിട്ടുമുള്ളത് വിഷ്വൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കുക, പ്രത്യേകിച്ചും കളർ ബ്ലൈൻഡ്നസ് പോലുള്ള പ്രശ്നങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവരൊന്നും കഴിവത് അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബേസ് കണ്ടന്റ് ആണ്. ഫിസിക്കലി ഫിറ്റ് ആണെന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിച്ചാൽ മതിയാവും. വിഷനുമായിട്ട് ബന്ധപ്പെട്ടത് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. കളർ ബ്ലൈൻഡ്നസ് ഉള്ളവരും വിഷനിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉള്ളവരും ഒരു കാരണവശാലും ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതില്ല. ഇനി ഇതിന് അപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടറിന്റെ അപേക്ഷാ ഫീസ് 200 രൂപയും ഹെഡ് കോൺസ്റ്റബിളിന്റെയും കോൺസ്റ്റബിളിന്റെ അപേക്ഷാ ഫീസ് 100 രൂപയുമാണ് നിലവിലുള്ളത്. ഇതിൽ തന്നെ അപേക്ഷിക്കേണ്ടുന്ന സൈറ്റ് എന്ന് പറയുന്നത് recruitment.itbppolice.nic.in എന്ന സൈറ്റ് വഴിയാണ്. ഇതിൽ തന്നെ SC ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഫീമെയിൽ ഇവർക്ക് ഫീയിൽ നിന്നും ഇളവും നൽകിയതായിട്ട് ഗവൺമെന്റ് പറയുന്നുണ്ട്. സോ ഈ ഒരു വിഭാഗം പേയ്മെന്റ് അടയ്ക്കേണ്ടതില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും ഒന്നുകൂടി പറയാം, ഇത് അപേക്ഷിക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ സൈറ്റ്സിൽ 15 നവംബർ 2024 തുടങ്ങി 14 ഡിസംബർ 2024 വരെയാണ് ഇത് അപേക്ഷിക്കാനുള്ള സമയം. ഇത് അപേക്ഷിക്കാനുള്ള സൈറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. recruitment.itbppolice.nic.in എന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഇത് അപേക്ഷിക്കുക. യോഗ്യതയുള്ളവർ മാത്രം അപേക്ഷിക്കുക, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവർ മാത്രം അപേക്ഷിക്കുക. ഫിസിക്കൽ വളരെ കൃത്യമായിട്ട് നോക്കും, മെഡിക്കൽ വളരെ കൃത്യമായിട്ട് നോക്കും. ഈ യോഗ്യതയുള്ളവർ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കരിയറാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.